പ്ലസ് ബി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് നമുക്ക് അക്കൗണ്ട്സിൽ ഡെയിലി യൂസ്ഫുൾ ആയ റിപ്പോർട്ട് പരിചയപ്പെടാം. ആദ്യം വരുന്നത് ഡെയിലി റിപ്പോർട്ടാണ്. ഡെയിലി റിപ്പോർട്ട് നമുക്ക് വരുന്നത് എക്സിറ്റിന് തൊട്ടടുത്തായിട്ട് ഡെയിലി റിപ്പോർട്ട് എന്ന ഓപ്ഷൻ കാണാം. ഡെയിലി റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഡെയിലി നമ്മൾ നടത്തിയിരിക്കുന്ന ട്രാൻസാക്ഷൻ്റെ അനലൈസിങ് റിപ്പോർട്ടാണ്. അത് സമ്മറി ആയിട്ടും ഡീറ്റെയിൽഡ് ആയിട്ടും ഇൻഡിവിജ്വൽ ആയിട്ട് പർച്ചേസും സെയിൽ ഇൻഡിവിജ്വൽ ആയിട്ട് എടുക്കണേ അങ്ങനെയും എടുക്കാം. നമുക്ക് അതിനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഇവിടെ ഡേറ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ നമുക്ക് 2 ഫിൽട്ടർ ചെയ്യാനുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. ഏത് യൂസർ വൈസ് ഫിൽറ്ററും സീരിയസ് വൈസ് ഫിൽറ്ററും. സീരിയസ് വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ബില്ല് സീരിയസ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഉപയോഗപ്പെടുന്നതാണിത്. സിംഗിൾ ഈ സീരിയസ് വെച്ച് ബില്ല് അടിക്കുന്ന ആൾക്കാർക്ക് പ്രശ്നമില്ല. ഡിഫറൻറ്റ് ബിൽ സീരീസിൽ അടിക്കുന്ന ആൾക്കാർക്കാണ് ഈ റിപ്പോർട്ട് എ സീരീസിൽ എത്ര ബില്ല് അടിച്ചിട്ടുണ്ട്, ബി സീരീസിൽ എത്ര ബില്ല് അടിച്ചിട്ടുണ്ടെന്ന് അനലൈസ് ചെയ്യാനുള്ള ഓപ്ഷനാണിത്. പിന്നെ നമുക്ക് പ്രിന്റർ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഏത് പ്രിന്ററാണ് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പ്രിന്ററിലേക്ക് പ്രിന്റ് എടുക്കാം. അതല്ല തെർമൽ പ്രിന്ററാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ തെർമൽ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് പ്രിന്റ് കൊടുത്തു കഴിഞ്ഞാൽ തെർമലിൻ്റെ ഓപ്ഷനിൽ പ്രിന്റ് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്കിവിടെ ഇപ്പോൾ റിപ്പോർട്ട് നോക്കാം. സെയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെയിൽസിൻ്റെ അകത്ത് വരുന്ന റിപ്പോർട്ട് ഇതാണ്. നല്ല പർച്ചേസ് എൻ്റർ ചെയ്താൽ പർച്ചേസ് ക്ലിക്ക് ചെയ്ത് വരും. അതല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ് വേണ്ടെങ്കിൽ ഡീറ്റെയിൽ സ്റ്റേറ്റ്മെൻറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് വരും. എല്ലാം ഒരൊറ്റ റിപ്പോർട്ടിൻ്റെ അകത്തായിട്ട് കാണിക്കും. സെയിൽ എത്ര, സെയിൽ, പർച്ചേസ്, റെസീറ്റ്, പേയ്മെൻറ്റ്. നിങ്ങൾ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ട്രാൻസാക്ഷൻപരമായ കാര്യങ്ങൾ നടത്തിയിട്ട് അതൊക്കെ ഈ റിപ്പോർട്ടിനകത്ത് കാണിക്കും. ഈ കാണിച്ചിരിക്കുന്ന ഇത്രയും റിപ്പോർട്ടുകളാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് ഷോ ചെയ്യുക. അത് സമ്മറി ആയിട്ടും ഡീറ്റെയിൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടും നമുക്കിവിടെ കാണിക്കും. പിന്നെ നമുക്ക് അടുത്ത് വരുന്ന റിപ്പോർട്ട് അക്കൗണ്ട്സിൽ ബുക്ക് ഓഫ് അക്കൗണ്ട് എന്ന് പറയുന്ന റിപ്പോർട്ടാണ്. ബുക്ക് ഓഫ് അക്കൗണ്ടും എന്ന് പറയുന്നത് നമ്മുടെ ഡേ ബുക്കാണ്. ഡേ ബുക്ക് എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഡേ ബുക്കിൽ നമുക്കിപ്പോൾ ഒരു ഡേറ്റ് വൈസ് ആയിട്ടുള്ള റിപ്പോർട്ടാണ്. ഇവിടെ സെയിൽ എത്ര, പർച്ചേസ് എത്ര, സെയിൽസ് എത്ര, അങ്ങനെ ഡെബിറ്റ് നോട്ട്, ക്രെഡിറ്റ് നോട്ട്, അങ്ങനെ പറയപ്പെടുന്ന റിപ്പോർട്ടുകൾ ഒരു ഡേ ബുക്ക് ഒരു ഒറ്റ റിപ്പോർട്ടായിട്ട് നമുക്ക് കിട്ടുന്ന ഓപ്ഷനാണ് ഇത് വരുന്നത്. നമുക്ക് ഇവിടെയും നമുക്ക് ഫിൽറ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ആദ്യം കാണിച്ചിരുന്ന ഡെയിലി റിപ്പോർട്ടിനകത്ത് നമുക്ക് സിംഗിൾ ഡേറ്റ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമുക്കിവിടെ മന്ത് ആയിട്ടും ഇയർ ആയിട്ടും ഫിനാൻഷ്യൽ പീരീഡ് ആയിട്ടും നമുക്കിവിടെ സെർച്ച് ചെയ്യാൻ ഓപ്ഷൻസ് വരുന്നുണ്ട്. നമ്മൾ ഫിനാൻഷ്യൽ ഇയർ ഇട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ഡേറ്റ് കൊടുക്കണം, ഇൻഡിവിജ്വൽ ആയിട്ട് ഡേറ്റ് കൊടുക്കാം. അതല്ല നിങ്ങൾക്ക് ഇവിടെ കോൾ ബാർന്ന് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. പിന്നെ നമുക്കിവിടെ ബുക്ക് കോഡ് വരുന്നുണ്ട്. ബുക്ക് കോഡ് എന്ന് പറഞ്ഞാൽ ജേണൽ ബുക്ക്, അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ടുമായ കാര്യങ്ങൾ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ബുക്ക് കോഡ് സെർച്ച് ചെയ്യാവുന്നതാണ്. പിന്നെ ഷോ ഓപ്പണിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻസ് വരുന്നുണ്ട്. ഷോ ഓപ്പണിംഗ് നിങ്ങൾക്ക് ഇവിടെ തലേ ദിവസം ക്ലോസിംഗ് പിറ്റേ ദിവസത്തെ ഓപ്പണിംഗ് ആയിട്ട് വരണോ എന്നുള്ളതിൻ്റെ ഓപ്ഷനാണ് വരുന്നത്. വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടിക്ക് ഒഴിവാക്കിയിട്ടോ ഷോ ചെയ്യാം. ടിക്ക് ഒഴിവാക്കി ഷോ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കാണിക്കും. അതായത് അന്നാ ദിവസം ക്ലോസിംഗ് മാത്രമേ കാണിക്കുകയുള്ളൂ. അതല്ല നിങ്ങൾക്ക് ഇവിടെ ഷോ ഓപ്പണിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഓക്കെ ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണിക്കുന്നത് നിങ്ങളെ തലേ ദിവസം ക്ലോസിംഗ് കാണിച്ചു, നിങ്ങൾ ഇവിടെ പിറ്റേ ദിവസം ഓപ്പണിംഗ് ആയിട്ട് അത് വരുന്നത് കാണിക്കുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും എൻട്രികൾ എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തലേ ദിവസം ക്ലോസിംഗ് പിറ്റേ ദിവസത്തെ ഓപ്പണിംഗ് തമ്മിൽ ഡിഫറൻറ്റ് നിങ്ങൾക്ക് ഇവിടെ തിരിച്ചറിയാൻ വേണ്ടി പറ്റും. ഇതിന് വേണ്ടിയിട്ടാണ് ഈ ഡേ ബുക്ക് യൂസ് ചെയ്യുന്നത്. മതി എന്തെങ്കിലും എൻട്രികൾ എന്തെങ്കിലും റോങ് ആയിട്ട് പാസ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഡിവിജ്വൽ ആയിട്ട് വരിക, അല്ലെങ്കിൽ ടാലി ആവാതെ വരുന്ന എന്തെങ്കിലും സെയിൽസോ കാര്യങ്ങളോ, അല്ലെങ്കിൽ അൺവാണ്ടഡ് ആയിട്ട് എന്തെങ്കിലും സെയിൽ എൻട്രി അല്ലെങ്കിൽ ഡെബിറ്റ് നോട്ട്, ക്രെഡിറ്റ് നോട്ട് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തുനിന്ന് കാണിക്കുന്നതായിരിക്കും. ഇത്രയാണ് നമ്മൾ സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് ഡെയിലി നമ്മൾ നോക്കുന്ന ഡെയിലി റിപ്പോർട്ടും ബുക്ക് ഓഫ് അക്കൗണ്ട് എന്ന് പറയുന്ന ഡേ ബുക്കും തമ്മിലുള്ള ഡിഫറൻറ്റ്.